എൻ്റെ പേര് സിനി. ഞാൻ ചാലക്കുടി മാമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വരുന്നു. എനിക്ക് ഇവിടെ വരുമ്പോൾ ഭയങ്കര ബോഡി പെയിനായിരുന്നു. എനിക്ക് വർഷങ്ങളായിട്ട് മസിൽ പെയിനും തലനീരിൻ്റെ അസുഖവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വേദന എപ്പോഴും എനിക്ക് ഉണ്ടാവാറുണ്ട്. ഇവിടെ വരണേൻ്റെ തലേ ദിവസം വേദന കൂടുതലായിരുന്നു. പിന്നെ വരണ അന്നും യാത്ര ചെയ്തതിൻ്റെയൊക്കെ ഭയങ്കര ശക്തമായ വേദനയായിരുന്നു. ഇവിടെ വന്ന് കുറച്ച് കഴിഞ്ഞ് ഏതാണ്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ ആ വേദന പോയി. പിന്നെ ഇതുവരെ എനിക്ക് വേദന ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ഏപ്രിലിൽ ഇലക്ഷൻ ചെയ്യാൻ വേണ്ടി, ഹസ്ബൻഡ് ദുബായിലാണ്, ഇലക്ഷന് വേണ്ടി 2-3 ദിവസത്തേക്ക് നാട്ടിൽ വന്നതാണ്. വന്ന് കഴിഞ്ഞ് വരുമ്പോൾ ഒന്നും ഒരു കുഴപ്പമുണ്ടായില്ല. വന്ന് കഴിഞ്ഞപ്പോൾ ലൂസ് മോഷനും ഛർദിയും തുടങ്ങി. അങ്ങനെ അപ്പോൾ ആശുപത്രിയിലൊന്ന് പോയി ജസ്റ്റ് ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കാമെന്ന് ഓർത്ത് അവിടെ ചെന്ന് കഴിഞ്ഞു. ടെസ്റ്റ് ഡോക്ടർ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. അഡ്മിറ്റ് ആവാൻ വേണ്ടി ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞപ്പോഴറിയണേ കിഡ്നി ഫെയില്യൂറായിന്ന്. അതിന് 15 ദിവസം മുമ്പ് മെഡിക്കൽ ചെക്കപ്പ് ചെയ്ത്, ഒരു ജനറൽ ചെക്കപ്പ് ചെയ്ത്, അതിലൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല. പെട്ടെന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ ഇങ്ങനെ പെട്ടെന്ന് വന്ന് ഇങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ കിഡ്നി 50% കൂടുതൽ ഫെയില്യൂറാന്ന് പറഞ്ഞു. അപ്പം അത് ഒരു കുഴപ്പമുണ്ടായില്ലാത്ത ആളായതുകൊണ്ട് നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർ പെട്ടെന്ന് ICUലേക്ക് ആക്കി. ICUവിലാക്കുന്നവരും രാത്രിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു മാറ്റമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് ആൾക്കാർ പറഞ്ഞു അങ്കമാലി LFലായിരുന്നു, അവിടെ നമുക്ക് രാജഗിരിയിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് രാജഗിരിയിൽ ICUവിൽ അഡ്മിറ്റാക്കി. ഡോക്ടർ പറഞ്ഞു ഒരു കിഡ്നി പൂർണ്ണമായിട്ടും പോയി, മറ്റേ കിഡ്നി കുറച്ച് ഒരു 50% താഴെ വർക്ക് ചെയ്യണുള്ളൂ, എന്തായാലും ഡയാലിസിസ് ചെയ്യണം, കുറച്ച് മണിക്കൂറുകളും കൂടെ ഞങ്ങളൊന്ന് കുറച്ച് പരീക്ഷിച്ച് നോക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു. എല്ലാവരോടും പ്രാർത്ഥനാ സഹായം ചോദിച്ചു. ഇവിടെ അത്ഭുത ജമാലയിലും പ്രാർത്ഥനാ സഹായം ചോദിച്ചു. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. ഒരു 8 മണിയായപ്പോൾ എല്ലാവരും ഞെട്ടിച്ച്, ആളുടെ കാത്തീറ്റർ ഓൾറെഡി ഇട്ടുണ്ട്, എല്ലാവരും ഞെട്ടിച്ച്. ഒരു 10 ml യൂറിൻ വന്നു. അത് കഴിഞ്ഞ് അപ്പോൾ ചേച്ചിയാണ് എന്നോട് പറഞ്ഞത്, എടി അത്ഭുത ജമാലയിൽ ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് നീ ധൈര്യമായിട്ടിരിക്കുന്നു. ആ ചൊവ്വാഴ്ചയിലത്തെ പ്രാർത്ഥനയിൽ അച്ഛൻ വിളിച്ച് പറഞ്ഞു ICU കിടക്കുന്ന സാബു എന്ന് പറഞ്ഞ മകനെ കറുത്ത ഈശോ തൊടുന്നുണ്ടെന്ന്. അത് എൻ്റെ ഭർത്താവായിരുന്നു. പിന്നെ മരുന്നൊന്നും കൊടുക്കേണ്ടി വന്നില്ല. ആളെ പിറ്റേ ദിവസം ICUന്ന് മാറ്റി. ഡോക്ടർക്ക് എന്നെ അത്ഭുതം, എല്ലാവർക്കും അത്ഭുതം, ഇത് എവിടെ നിന്ന് വന്നു എങ്ങനെ മാറിയെന്നറിയില്ല. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ICUയിൽ കിടക്കുന്ന സാബു എന്ന പേര് അല്ലേ, സാബു എന്ന മകനെ കർത്താവ് സ്പർശിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ. ഒരു കുഴപ്പമില്ല. എന്നാൽ ചൊവ്വാഴ്ച ഡിസ്ചാർജ് ചെയ്ത് ബുധനാഴ്ച ആ ആഴ്ച മൊത്തം കിടന്നു ഡോക്ടർ പരീക്ഷിക്കാനായിട്ട്. കാരണം ഇത്രയും വലിയൊരു രോഗമായിരുന്നല്ലോ അല്ലേ. ഡോക്ടർക്ക് തന്നെ അതിശയായിരുന്നു. എങ്ങനെ മാറി, എവിടേക്ക് പോയി? വീണ്ടും 2 ദിവസം കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്യാം, മരുന്ന് എന്തെങ്കിലും എടുക്കണോ ഇല്ലയോ എന്നൊക്കെ അറിഞ്ഞിട്ട് പോകാൻ വേണ്ടി 3-4 ദിവസം കിടത്തി. പക്ഷെ ഒരു കുഴപ്പമില്ല. അപ്പൊ ആള് വിദേശത്ത് പോയി ഉണ്ടോ. എന്തൊരു വലിയ സൗഖ്യാണ് കേട്ടോ. അപ്പൊ ഇത് എത്ര നാളെ ഇത് സംഭവിച്ചിട്ട്? ഏപ്രിൽ ഇലക്ഷന് വേണ്ടി സാക്ഷ്യപ്പെടുത്താനായിട്ട് എനിക്ക് ഇപ്പോഴും വരാൻ പറ്റുള്ളൂ. പ്രൈസലോ. വലിയ വലിയ സൗഖ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തിക്കോളോട്ടാ. അല്ലെങ്കിൽ ആ രോഗം വീണ്ടും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു മേഖലയും കൂടി ഉണ്ട്. വലിയ സൗഖ്യമാണ്. ഓക്കെ.